പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ വലിച്ചു കിടക്കും പോവുകയല്ല. നമ്മൾ ചെന്ന് നോക്കി ഇപ്പം എങ്ങനെയുണ്ട്? ഒരു കുറുകുറുപ്പൊക്കെ ഉണ്ട്. മിക്കവാറും വെളുപ്പിക്കുമെന്ന് നമ്മൾ പിറ്റേന്ന് ചെല്ലുമ്പോൾ പുള്ളി പൊടിയരിക്കഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്താ നമ്മൾ നോക്കി അയ്യോ ഇന്നലെ വാഷ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ചാടി അങ്ങ്. പിന്നെയും 2 ദിവസം ചെന്ന് കഴിഞ്ഞ് നമ്മൾ ഇപ്പം എങ്ങനെ ഉണ്ട്? ഇപ്പം അന്ന് കുടിച്ചതേ ഉള്ളു, പിന്നെ ഒന്നും കുടിച്ചില്ല. ചെള്ളയ്ക്കൊക്കെ ഒരു നീർക്കോളമുണ്ട്, കാലിൻ്റെ പൊത്തയ്ക്കും അല്പം മിക്കാറും. 2 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോൾ പുള്ളി ഒട്ടുപാല് പറിച്ച് നടക്കുന്നു. എന്ത് ചെയ്താൽ പോകാൻ? പിന്നെ മരുമക്കളോ മക്കളോ ഒക്കെ ഞങ്ങളോട് ചിലരോട് പറയും, പാസ്റ്റർ ദൈവഹിതത്തിനായിട്ട് എന്ന് പറഞ്ഞ് ഈ അപ്പനല്ല ഈ അമ്മ യാഗം പ്രാർത്ഥിക്കണമെന്നായി പറഞ്ഞത്. പിന്നെ അങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞില്ലെന്നേ ഉള്ളു. അതിനാ പറഞ്ഞ ദൈവഹിതത്തിനായിട്ട്. ഞങ്ങൾക്കത് അറിയാവുന്നതുകൊണ്ട് പരുവത്തിന് പ്രാർത്ഥിക്കും. മിക്കയിടത്തും ഞാൻ പ്രാർത്ഥിക്കും, പോവുകയും ചെയ്യും കേട്ടോ. ഞങ്ങളുടെ ഷൂപ്പാസ് പറയും, ദൈവത്തെ ഓർത്ത് നിങ്ങൾ പോകരുതെന്ന്. അങ്ങനത്തെ ആളല്ല, പക്ഷേ ദൈവത്തിൻ്റെ ഹിതം അതായിരിക്കും. അപ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനെ വലിച്ചു കിടക്കും, പോകുകയല്ല. ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോഴെല്ലാം നിമിഷ നേരം കൊണ്ടാണ്. നമ്മൾ ചോദിക്കുകയല്ലേ എങ്ങനെയാ പുള്ളി സൈലൻ്റ് ആയിരുന്നു? അല്ല, പുള്ളി യോഗത്തിനും സൈലൻ്റ് ആയിരുന്നു. കൈയടിക്കോ പാടുകയോ പ്രാർത്ഥിക്കോ ഒന്നും യോഗത്തിനും പുള്ളി സൈലൻ്റ്. അപ്പം തമ്പുരാനും പറഞ്ഞു എന്നാൽ സൈലൻ്റായിട്ട് തന്നെ അങ്ങനെ ഇപ്പം അങ്ങനെ കണ്ടിട്ടില്ലേ? എങ്ങനെ മരിച്ചു? കുഴഞ്ഞു വീണെന്ന്. പുള്ളി നേരത്തെ കുഴയായിരുന്നു, നേരത്തെ കുഴഞ്ഞു വീണെന്ന്. നേരത്തെ കുഴഞ്ഞു വീണില്ലെന്നേ ഉള്ളൂ. ഇപ്പം ഒരു കാര്യം പറയാ, മരണത്തിന്റെ തണുത്ത കരം വന്ന് നിന്നെ തപ്പുന്നതിന് മുമ്പ് സകലയുണ്ടോ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. എല്ലാവരും ഈ വഴി കടന്നു പോകും. ഞാൻ വിഷയമല്ലാത്ത കൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഉൽപ്പത്തി പുസ്തകം ഒടുവിലത്തെ 2 അധ്യായം അവസാനിക്കുന്നത് 2 നല്ല മരണത്തോടു കൂടിയാ. മാത്രമാണോ ഉൽപ്പത്തി തുടങ്ങുന്നത് ദൈവത്തിലാ. ഒന്നിൻ്റെ ഒന്ന് വായിര്. അല്ല, അതൊക്കെ മൈക്കിൽ കൊണ്ടുവന്ന് വായിക്കുന്ന അല്ലയോ കുറച്ചുകൂടെ. ആദിയിൽ ദൈവം, അങ്ങനെ ആദിയിൽ ദൈവം ദൈവത്തിലാ തുടങ്ങിയത്. ഉൽപ്പത്തി 50 ഒടുവിലത്തെ വാക്യം വായിച്ചേ. യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രൈമിൽ ഒരു യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അടുത്തത് അവന് സുഗന്ധവർഗമിട്ടു. മുമ്പേ അവനെന്ന് വായിച്ച പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് എനിക്ക് തോന്നിയതായിരിക്കും അല്ലയോ. എന്തായാലും ആട്ടെ. ദൈവദാസനെ ഒന്നുകൂടെ വായിച്ചു. അവന് സുഗന്ധവർഗമിട്ടു. അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. അടുത്ത വാക്യം വായിര്. ഇല്ലല്ലോ, അത് പറയാനാ. ശവപ്പെട്ടി കൊണ്ട് തീർന്നു. ആരംഭിച്ചത് ദൈവത്തിലാ. 50-ാം അധ്യായം വന്ന് അവസാനിക്കുന്നത് ശവപ്പെട്ടിയില്ല. സകല മനുഷ്യന്റെ അവസാനം ഇങ്ങനെ. എല്ലാവരുടെയും അവസാനം ശവപ്പെട്ടിയില്ല. നിരാശപ്പെടേണ്ട. ദൈവമക്കൾ ശവപ്പെട്ടി കൊണ്ട് തീരുന്നതുമല്ല. അതുകൊണ്ടാണ് യോസേഫ് പറഞ്ഞത്, പിന്നെ ഇവിടം കൊണ്ട് തീരുകയല്ല, പോകുമ്പോ പെട്ടിയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണം. അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അക്കരെയാണ് എന്റെ അവിടെ നീ അവിടെ നീ പ്രത്യാശയോടെ പാട്. അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഈ ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അവ ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ദൈവത്തില, അവൻ വന്ന് അവസാനിക്കുന്ന ശവപ്പെട്ടിയില്ല. ഈ ചിന്ത എല്ലാവരെയും ഭരിക്കണേ. അടുത്തത് പുറപ്പാട് പുസ്തകമാണ്. ദൈവജനത്തിന്റെ പുറപ്പാടാ, വിവരിക്കുന്നില്ല. ലേവ്യ പുസ്തകം പുറപ്പെട്ട ജനത്തിന്റെ ആരാധനയുടെ ക്രമമാണ്. ആരാധനയ്ക്ക് ക്രമമുണ്ട് കേട്ടോ. തോന്നുന്ന പോലെ ആരാധിക്കാനും തോന്നിയതുപോലെ ആരാധിക്കാനൊന്നും വ്യവസ്ഥയില്ല, പ്രമാണമുണ്ട്. എബ്രായർ 9:1 പെട്ടെന്ന് വായിച്ചു. എബ്രായർ 9:1.
എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടം മതി. അപ്പൊ ആരാധനയ്ക്ക് ചട്ടമുണ്ട്, ക്രമമുണ്ട്. അതിന്റെ ക്രമീകരണം കൊരിന്ത്യലേഖനത്തിൽ നമുക്കറിയാം. പൗലോസ് പറഞ്ഞിരിക്കുന്ന സകലത് ഉചിതമായിട്ടും ക്രമമായിട്ട്, ഡീസന്റ്ലി ആൻഡ് ഓർഡർലി. ചോദിച്ചാ തെറ്റിയോ? ഇംഗ്ലീഷ് വലിയ വശമില്ല, അതുകൊണ്ടാണ്. ഇത് ഉചിതമായിട്ടും ക്രമമായിട്ടും വേണം നടക്കാൻ. ഇതിനെല്ലാം ക്രമമുണ്ട്. അതാണ് ലേവ്യ പുസ്തകം. ഇത്ര യാഗം, ഇത്ര പെരുന്നാള്, അല്ലെങ്കിൽ ഇത്ര ഉത്സവങ്ങൾ, അതിന്റെ വ്യവസ്ഥകൾ, ക്രമങ്ങൾ, അതെല്ലാം കൃത്യമാണ്. അതാ ലേവ്യ പുസ്തകം. ചിലത് ചിന്തിക്കുന്നത് പെന്തിക്കോസിന് ഒരു ക്രമവും ഇല്ലെന്നാ. ഇതിനായി ഏറ്റവും വലിയ ക്രമം ഇതാ, പക്ഷെ ആരും പാലിക്കുന്നില്ല. തോന്നുമ്പം വരിക, തോന്നുമ്പം പോകുക, അങ്ങനല്ലയോ? ഇതിന് ക്രമമുണ്ടെന്ന്. ഇപ്പൊ ഉപദേശിമാർക്ക് ക്രമം പറയാനും ഒക്കെയല്ല. ക്രമം പറഞ്ഞ ഉടനെ അടുത്ത സഭയിലോട്ട് പോകും. അവരാണ് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതിന് ക്രമമുണ്ട്, ഇതിന് വ്യവസ്ഥയുണ്ട്. ലേവ്യ പുസ്തകം ആരാധനയുടെ ക്രമമാണ്. സംഖ്യാപുസ്തകം കണക്കെടുക്കുന്ന പുസ്തകമാണ്. കണക്കെടുക്കുക, അതിനല്ലേ പേര് സംഖ്യയാണ്. കണക്കെടുക്കുക. 2 സ്ഥലത്ത് വെച്ചാ എണ്ണിയത് വായിച്ച് 26:63 സംഖ്യ 26:63. യെരിഹോവിന്റെ സമീപത്ത് യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ യെരിഹോവിന്റെ സമീപത്ത് യോർദാനരികെ മോവാബ് സമഭൂമിയിൽ വെച്ച ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനാകുന്ന എലയാസറും എണ്ണിയവര് ഇവര് തന്നെ. എന്നാൽ മോശയും അഹരോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവർ 2 സ്ഥലത്ത് വെച്ച് എണ്ണി. ആദ്യം എണ്ണിയത് സംഖ്യ 1:1. വായിരേ, ഇന്ന് നിങ്ങളെ വാക്യം വായിച്ചു ഊപ്പാട് വരും, ഒരുങ്ങിയിരുന്നോണെന്ന് നന്നായിട്ട് സ്ഫുടമായിട്ട് വായിച്ചു. നന്നായിട്ട് വായിക്കും. മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിന്റെ 2-ാം സംവത്സരം 2-ാം മാസം 1-ാം തീയതി യഹോവ സീനായി മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായും കുടുംബം കുടുംബമായും സകല പുരുഷന്മാരെയും ആളാമ്പ്രതി പേർ വഴി ചാർത്തി സംഘത്തിന്റെ ആകത്തുക എടുക്കുക. നീയും അഹരോനും ഇസ്രായേലിൽ 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പുറപ്പെടുവാൻ പ്രാപ്തിയുള്ള എല്ലാവരെയും ഗണം ഗണമായി എണ്ണണം. അപ്പൊ എണ്ണുന്ന പുസ്തകമാണ്. ആദ്യം എണ്ണിയത് ആ സംഖ്യാപുസ്തകം 1:1 മുതൽ താഴോട്ട്. രണ്ടാമത് എണ്ണിയത് വായിച്ച് 26-ാം അധ്യായത്തിന്റെ 1 സംഖ്യ 26:1. ബാധ കഴിഞ്ഞ ശേഷം യഹോവ മോശയോടും പുരോഹിതനായ അഹരോന്റെ മകൻ എലയാസറിനോടും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയെയും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രം ഗോത്രമായി എണ്ണി തുക എടുക്കണം. അപ്പൊ 2 പ്രാവശ്യം എണ്ണി. ആ 2 പ്രാവശ്യം എണ്ണിയതിന്റെ വാക്യമായി 26:63. എണ്ണിയത് അവിടെ 1-ാം അധ്യായത്തിന്റെ താഴോട്ട് 26-ാം അധ്യായത്തിന് ശേഷവും എന്ന് പറഞ്ഞാൽ ബാധയ്ക്ക് മുമ്പും ബാധയ്ക്ക് ശേഷവും. ബാധയ്ക്ക് മുമ്പ് 1 എണ്ണി, ബാധ കഴിഞ്ഞെണ്ണി. അതാണ് സംഖ്യാപുസ്തകം. ആവർത്തന പുസ്തകത്തിന്റെ വിശേഷത പുതിയ കാര്യമൊന്നുമില്ല, ആവർത്തനമാണ് എന്ന് പറഞ്ഞാൽ പഴയ കാര്യമല്ല ഒന്നുകൂടെ ഓർത്തോണം. അല്ല, ഓർക്കുകയല്ല, ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവം നിന്നെ നടത്തിയ വിധം, ദൈവം നിന്നെ സൂക്ഷിച്ചത്, ദൈവം നിന്നെ പരിപാലിച്ചത്, ദൈവം നിനക്ക് ആയുസ് തന്നത്, ദൈവം നിന്നെ ഭദ്രമായി കാത്തത്, ദൈവം നിനക്ക് ശുശ്രൂഷയ്ക്ക് അവസരം തന്നത്, ആ തന്നതെല്ലാം നടത്തിയ വിധങ്ങൾ ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആവർത്തന പുസ്തകത്തിന്റെ വിശേഷത നിങ്ങൾക്കറിയാമല്ലോ. പുസ്തകത്തിലെ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇസ്രായേലെ കേൾക്ക, ഇസ്രായേലെ ശ്രദ്ധിക്ക, ഇസ്രായേലെ ഓർക്ക, ഇസ്രായേലെ മറക്കരുത്, ഇസ്രായേലെ ചെവി ചായ്ക്ക, ഇസ്രായേലെ ശ്രദ്ധ വെച്ച് കേൾക്ക, ഇസ്രായേലെ പണ്ടത്തെ കാര്യം, പൂർവ്വ ദിവസങ്ങൾ, ഇതെല്ലാം ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആവർത്തന പുസ്തകം. പിന്നീടുള്ള പുസ്തകങ്ങളെല്ലാം ചരിത്ര പുസ്തകങ്ങളാണ്. യോശുവയുടെ പുസ്തകം മുതൽ ഏതാണ്ട് എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകമാണ്. നമ്മൾ ഇന്ന് രാത്രി ചരിത്ര പുസ്തകത്തിൽ നിന്നാണ് വായിച്ചത്. ചരിത്രം എന്തോ ചരിത്രമാണെന്ന് ചോദിച്ചാൽ മുമ്പേ ഓർപ്പിച്ച ലോക ചരിത്രം ഒന്നുമല്ല. ദൈവത്തെ ഭജിക്കാൻ ഇറങ്ങിയ ദൈവമക്കളുടെ ചരിത്രമാണ്. ഈ ചരിത്രം ആരുടെ ചരിത്രമെന്ന് ചോദിച്ചാൽ അബ്രഹാമിന്റെയും സന്തതി പരമ്പരകളുടെ ചരിത്രമാണ്. അബ്രഹാം, ദൈവം തമ്പുരാൻ അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചു. വിശ്വാസികളുടെ പിതാവ് അറിയാമല്ലോ അബ്രഹാം. അബ്രഹാമിന്റെ വിളിയെ പരാമർശിക്കുന്ന ഒരു പദം, ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചെന്ന. 51:2 യെശയ്യാ പ്രവചനം 51:2 വായിരേ. നിങ്ങളുടെ പിതാവായ അബ്രഹാമെങ്കിലേക്കും
നിങ്ങളെ പ്രസവിച്ച സാറയെങ്കിലേക്കും തിരിഞ്ഞു നോക്കുവേൻ. പിന്നെ ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചെന്നാ. ആ പദത്തിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. അബ്രഹാമിന്റെ കുടുംബത്തിൽ നിന്ന് ദൈവം അബ്രഹാമിനെയാ വിളിച്ചത്. ചരിത്രമൊക്കെ പറഞ്ഞ ഏതാണ്ട് 1800 ശിഷ്ടം അംഗങ്ങളുള്ള മകത്തായ ബൃഹത്തായ കുടുംബമാണ് അബ്രഹാമിന്റെ കുടുംബം. പക്ഷെ ആ കുടുംബത്തിൽ 1800 ശിഷ്ടം ആൾക്കാരുണ്ടെങ്കിലും അതിന് വിളിച്ചത് ഒരുവനെയാ. നമ്മുടെ നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ഒത്തിരി അംഗബലം കാണും, ആള് കാണും, വലിയ കുടുംബമായിരിക്കും, കുടുംബം മഹിമയൊക്കെ കാണും. പക്ഷെ എല്ലാരെയും ഒന്നും ദൈവം വിളിച്ചില്ല. ദൈവം നിന്നെ ആ പേര് ചൊല്ലി വിളിച്ചത്. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ചിലരെ ദൈവം വിളിച്ചതൊക്കെ സങ്കടത്തോടെ, അമ്മാമ എല്ലാവരും ഇതിനകത്ത് ഇല്ല വാസ്റ്റേ ഞാൻ തള്ളേ ചുമ്മാ കണ്ട് മോങ്ങരുത്. നീ തുള്ളിച്ചാടി പറയണേ, എൻ്റെ ദൈവം എന്നെ വിളിച്ചു. ഈ ദേശത്തല്ലേ, ഹൈ റേഞ്ചിലല്ലെങ്കിൽ നാട്ടിൽ ഞങ്ങളുടെ കുടുംബക്കാർ ഉന്നതന്മാരാ, മിടുക്കന്മാരാ, അംഗബലമുണ്ട്. പക്ഷേ എല്ലാവർക്കും ഈ സത്യം വെളിപ്പെടുത്തി കൊടുത്തില്ല. പോഷയാകുന്ന എനിക്ക് എൻ്റെ ദൈവം ഇത് വെളിപ്പെടുത്തി. എൻ്റെ ദൈവം എന്നെ വിളിച്ചു.